see the waves right there. Rocks. Look. Your phone's gonna die too. Make sure you charge it. മൈൽ ഡ്രൈവ്. അമേരിക്കയിലെ ഗോസ്റ്റ് ട്രീ ഗാർഡനിലൂടെ ചൈന റോക്കിലൂടെ ഒരു യാത്ര. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഞാനും ഇങ്ങനെ 17 മൈൽസ് ഡ്രൈവിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് 17 മൈൽസ് കാണാം. മൈൽ ഡ്രൈവ് അമേരിക്കയിലെ ഏറ്റവും മനോഹരമായ കടൽ തീരപാതകളിലൊന്നാണ് 17 മൈൽ ഡ്രൈവ്. പസഫിക് സമുദ്രത്തിൻ്റെ അതിസുന്ദരമായ തീരങ്ങൾ, പച്ചപ്പാർന്ന കാടുകൾ, ലോകപ്രശസ്തമായ പെബിൾ ബീച്ച് പോലുള്ള ഗോൾഫ് മൈതാനങ്ങൾ എന്നിവയിലൂടെ വളഞ്ഞും തിരിഞ്ഞും പോകുന്നു 17 മൈൽ ഡ്രൈവ്. സന്ദർശകർ സാധാരണയായി ഗേറ്റഡ് പ്രവേശന കവാടങ്ങൾ വഴി പ്രവേശിക്കുകയും ഒരു ഫീസ് അടയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിന് പകരമായി അവർക്ക് ലഭിക്കുന്നത് പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ചേർന്നൊരു യാത്രയാണ്. പുരാതനമായ പാറക്കെട്ടുകൾ, നീലയും പച്ചയും നിറങ്ങളിൽ തിരമാലകൾ, കാറ്റിൽ ചായുന്ന സൈപ്രസ് മരങ്ങൾ, അങ്ങനെ മനോഹരമാണ് 17 മൈൽ ഡ്രൈവ്. ഏകദേശം 17 പ്രധാന സ്റ്റോപ്പുകളുണ്ട് ഈ പാതയിൽ. ഓരോന്നും വ്യത്യസ്ത കാഴ്ചകളും ഫോട്ടോ എടുക്കാനുള്ള അവസരങ്ങളും നൽകുന്നു. ഇത് ഒരു സാധാരണ റോഡ് മാത്രമല്ല, പ്രകൃതി സൗന്ദര്യം, ആഡംബരം, സമാധാനം എന്നിവ ചേർന്ന ആഴത്തിലുള്ള ഒരു അനുഭവമാണ്. കാലിഫോർണിയയുടെ സെൻട്രൽ കോസ്റ്റ് സന്ദർശിക്കുന്നവർ തീർച്ചയായും ചെയ്തിരിക്കേണ്ട യാത്രയാണ് 17 മൈൽ ഡ്രൈവ്. ഗോസ്റ്റ് ട്രീ ഗാർഡൻ. മൈൽ ഡ്രൈവിലെ ഏറ്റവും അതിശയകരവും അല്പം ഭീതിജനകവുമായ സുന്ദരമായ സ്ഥലങ്ങളിലൊന്നാണ് ഗോസ്റ്റ് ട്രീ ഗാർഡൻ. വടക്കൻ തീരപ്രദേശത്തുള്ള ഈ സ്ഥലത്ത് കടുത്ത കടൽക്കാറ്റുകൾ കൊണ്ട് രൂപം മാറിയ വെളുത്ത നിറത്തിലുള്ള സൈപ്രസ് മരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഇവയുടെ വെളുത്ത അസ്ഥികൂടം പോലെയുള്ള രൂപം ഈ പ്രദേശത്തിന് അസാധാരണവും അതിഭാവുകവുമായ സ്വഭാവം നൽകുന്നു. അതുകൊണ്ട് തന്നെയാവും ഈ ഇടത്തിന് ഗോസ്റ്റ് ട്രീ ഗാർഡൻ എന്ന പേര്. ഈ വെളുത്ത മരങ്ങളും ആഴമുള്ള നീല പസഫിക് സമുദ്രവും തമ്മിലുള്ള വൈരുദ്ധ്യം അത്യന്തം ആകർഷകവും വിസ്മയകരവുമാണ്. ഐഡിയാസ്, നമ്മളിപ്പോൾ 17 മൈൽസിലുള്ള ഗോസ്റ്റ് ട്രീസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. അത് ഇവിടെ കാറിലിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇത് നിറയെ ചുറ്റും കാണുന്നതൊക്കെ ഒരു ഗോസ്റ്റ് ട്രീസ് തന്നെയാണ്. എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളാണ് എങ്ങും കാണുന്നത്. നമ്മളിപ്പം ഇത് കണ്ടില്ലേ, ഗോസ്റ്റ് ട്രീസ് അറ്റ് പാസ്കഡാറോ പോയിൻറ്റ്. ഇതൊരു നല്ല വിസിറ്റിംഗ് ഏരിയയാണ്. കുറേ മരക്കിഴവന്മാർ, എൻ്റെ ഒരു കഥയാണ് ഇപ്പോൾ ഓർക്കുന്നത്. മരക്കിഴവൻ എന്നൊരു കഥ, കുറേ വേരുകൾ മാത്രമുള്ള കുറേ മരക്കിഴവന്മാർ അങ്ങോട്ട് നോക്കിയാൽ കാണാം. അത് ഈ മരക്കിഴവന്മാരുടെ ഒരു ഫോറസ്റ്റ് പോലെ എനിക്ക് തോന്നുന്നു ഒരു സൈഡ്. പക്ഷേ ഇങ്ങോട്ട് നോക്കാൻ കുറേ ചെറുപ്പക്കാരാണ്, കൊച്ചു മരങ്ങളാണ്. ഇതെല്ലാം പൈൻ ട്രീസാണ്. ഇവിടെ ഓക്ക് ട്രീസ്, കാലിഫോർണിയയുടെ മെയിൻ മരം എന്ന് പറഞ്ഞാൽ ഓക്കാണ്. കേരളത്തിൻ്റെ തെങ്ങെന്ന് പറയുന്ന പോലെ ഓക്കാണ്. ഓക്ക് ട്രീ ഇല്ലാത്ത സ്ഥലങ്ങളില്ല. അത് അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ഓക്ക് ട്രീ ഉണ്ട്, ഓൾഡ് ഓക്ക് ട്രീസ്.
അപ്പോൾ ഓക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മരമാണ് ഇവിടെ. ഇവിടെ ഒരു ഓക്ക് വെട്ടണമെങ്കിൽ ഗവൺമെൻറ് പെർമിഷൻ വേണം. നമ്മുടെ സ്വന്തം പറമ്പിലാണെങ്കിൽ പോലും അത്ര നമ്മുടെ ഈട്ടിയൊക്കെ പോലെയാണ്, അത്ര പ്രിസർവ് ചെയ്യുന്ന ഒരു ട്രീ ആണ്. നല്ല ഭംഗിയുള്ള ട്രീ ആണ്, ശിഖരങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നു. അതിവിടെ കാലിഫോർണിയയിൽ എവിടെ നോക്കിയാലും കാണാം, എസ്പെഷ്യലി ഇൻ ബേ ഏരിയ. നമ്മുടെ ബീച്ചിലേക്കാണ് പോകുന്നത് ഇവിടെ. അറിയാമല്ലോ, കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ കേരളം പോലെ ഒരു സൈഡ് മുഴുവൻ ബീച്ചാണ്, ഒരു സൈഡ് മുഴുവൻ ഹിൽസ്, നടുക്ക് പ്ലെയിൻ. ഏതാണ്ട് കേരളത്തിൻ്റെ ഒരു പ്രകൃതിയാണ് കാലിഫോർണിയയ്ക്ക് ഷേപ്പിൽ. പിന്നെ വെതർ മാത്രം കോൾഡറാന്നേ ഉള്ളൂ. ഇപ്പോൾ ബീച്ചിലൊക്കെ ചാടാൻ പറ്റത്തില്ല, വാട്ടർ ഈസ് വെരി കോൾഡ്. നൗ ഇറ്റ്സ് ഓൺലി ലൈക്ക് 15 degrees. ബീച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ കുറച്ച് മരങ്ങൾ കാണാം. മരങ്ങൾ കാണാം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് വേരുകൾ കാണാം എന്ന് പറയുന്നതായിരിക്കും. നല്ലൊരു സ്ട്രക്ചർ പോലെ ഇതവർ വലിയൊരു വയസ്സൻ മരത്തിൻ്റെ വേരുകളാണ്, പക്ഷേ അതൊരു കട്ടിയാ നിർത്തിയേക്കാം. അപ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. നമ്മുടെ നാട്ടിലൊക്കെ സ്കൾപ്ചർ ഉണ്ടാക്കില്ല, അതുപോലെ അത്ര മനോഹരമായിട്ട് നാച്ചുറൽ. ഇവിടെ ഈ ഗോസ്റ്റ് ട്രീസിനിടയ്ക്ക് തന്നെ ഒരു ഗോസ്റ്റ് ഹൗസും കണ്ടു കേട്ടോ. ഈ 17 മൈൽ എന്നുള്ള സ്ഥലത്ത് ഈ ബീച്ച് മാത്രമല്ല, ഇത്തരം ഒരുപാട് മരങ്ങളുമുണ്ട്. ഇത് ആക്ച്വലി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത്. ഇതൊരു തരം ഒരു വന സംരക്ഷണത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഈ വയസ്സൻ മരങ്ങളെ ഇവരിങ്ങനെ വെട്ടിമുറിച്ച് നശിപ്പിക്കാതെ നിലനിർത്തുന്നത്.
ഈ ഗോസ്റ്റ് ട്രീസ് നിറഞ്ഞ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് തീർച്ചയായിട്ടും ഈ വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള വിഷ്വൽ ബ്യൂട്ടിയുള്ള ഈ ഫ്രെയിംസ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരു സിനിമാറ്റോഗ്രാഫിക് സെൻസും ഇല്ലാത്ത ഒരാൾ വെറും ഒരു ക്യാമറയുമായി വന്ന എന്തെങ്കിലും ഒരു ഷോട്ട് എടുത്താൽ പോലും അത് വളരെ വിഷ്വൽ ബ്യൂട്ടി ഉള്ളതായി. നല്ല വെതറല്ലേ, നാച്ചുറൽ, എവറിഥിങ് ഈസ് സോ നാച്ചുറൽ. The roots of the trees are like sculptures, and even the rocks, it's like sculpture. So very, very. എത്ര നേരം ഇവിടെ നിന്നാലും മടുക്കാത്ത. ഞാൻ നേരത്തെ പറയുമായിരുന്നേ, 2 രീതിയിലുള്ള ടൂറിസ്റ്റുകളാണ് ഉള്ളത്. അതായത് ഒരുപാട് രീതിയിലുള്ള ടൂറിസ്റ്റുകൾ പറയാൻ പറ്റും, പക്ഷെ അത് പ്രധാനമായിട്ട് നമ്മളൊരു ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മൗണ്ടൻസ് ഇഷ്ടപ്പെടുന്നവരും ബീച്ച് ഇഷ്ടപ്പെടുന്നവരും, അതായത് കടലും മലകളും ഇഷ്ടപ്പെടുന്ന 2 ഗ്രൂപ്പായിട്ട് ടൂറിസ്റ്റുകളെ വേർതിരിക്കാമെന്ന് തോന്നുന്നു. സോഹൻ പറഞ്ഞ മലയും മൗണ്ടനും ഒന്നിക്കുന്ന സ്ഥലമാണിത്. അതാണ് കാലിഫോർണിയ അല്ലേ? കാലിഫോർണിയയിലെ ഒരു സൈഡ് ബീച്ച്, ഒരു സൈഡ് മലയും. ഹൈവേ 1 കൂടെ നമ്മളിങ്ങനെ പോയാൽ സൗത്ത് ലോസ് ഏഞ്ചൽസ് വരെ ഇതുപോലെ ബീച്ച്, ക്ലിഫാണ്. സിനിമയിലൊക്കെ കണ്ടു കാണും. അങ്ങ് വരെ ഇതാണ്. അത് മഴക്കാലത്തൊക്കെ ആ വണ്ടി കൂടെ പോകുന്ന അപകടമാണ്, കാരണം ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും, ഭയങ്കര സ്ലൈഡ് ഉണ്ടാകും. പക്ഷേ ഇപ്പം നല്ല സേഫാണ്, മഴയൊന്നും തുടങ്ങിയിട്ടില്ല. ഞങ്ങളിതിലേക്കൊന്ന് കറങ്ങി അധികം താമസിക്കാതെ തിരിച്ചു പോകും. Look at what a beautiful place, and weather is wonderful. And നേരത്തെ ഞാൻ പറഞ്ഞ പോലെ the oak trees ആണ് ഇവിടെ അധികം. See, look at that tree. See the branches? That's a sign of oak tree. Very precious for California. തമ്പിച്ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ കാലിഫോർണിയയെക്കുറിച്ചും എനിക്ക് അതേ അഭിപ്രായമാണ് തോന്നിയത് കേട്ടോ. കാരണം മൗണ്ടൻസും ഓഷനും 2ഉം ഇഷ്ടപ്പെടുന്നവരുടെ സ്വർഗമാണ് കാലിഫോർണിയ. നേരത്തെ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ളത് ലോസ് ഏഞ്ചൽസ് ഭാഗമാണ്. ഈ സാൻ ഫ്രാൻസിസ്കോയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ടെഡി ബ്ലോക്സ് വയ്ക്കുമ്പോൾ ഈ സ്ഥലത്തിന്, ഈ ഗോസ്റ്റ് ട്രീസ് എന്നുള്ള ഈ സ്ഥലത്തിനൊരു പ്രത്യേക സൗന്ദര്യമുണ്ട്. എനിക്ക് ഈ ഗോസ്റ്റ് ട്രീസിനെ വിട്ട് വരാൻ തോന്നുന്നില്ല. പക്ഷേ എങ്കിലും നമുക്ക് 17 മൈൽസിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് 17 മൈൽസിലെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ചൈന റോക്ക്. അമേരിക്കയിലെ മത്സ്യബന്ധനം നടത്തിയിരുന്ന ചൈനീസ് കുടിയേറ്റക്കാരുടെ ഓർമ്മയ്ക്കായി ഒരിടം. അതാണ് ചൈന റോക്ക്. 17 മൈൽ ഡ്രൈവ് പാതയിലെ ശ്രദ്ധേയമായ സ്റ്റോപ്പാണ് ചൈന റോക്ക്. 19-ാം നൂറ്റാണ്ടിൽ ഇവിടെ മത്സ്യബന്ധനം നടത്തിയിരുന്ന ചൈനീസ് കുടിയേറ്റക്കാരുടെ ഓർമ്മയായി ഇതിന് ഈ പേര് ലഭിച്ചതായി കരുതപ്പെടുന്നു.
ഇന്നിത് കടൽ തീരത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യം നൽകുന്ന ഒരു സ്ഥലമാണ്. പാറകളിൽ അടിച്ച് തകർന്നടിയുന്ന തിരമാലകളും മുകളിലൂടെ പറക്കുന്ന കടൽ പക്ഷികളും. 17 മൈൽ ഡ്രൈവിലെ മറ്റു പല സ്ഥലങ്ങളെക്കാൾ ശാന്തമാണ് ഇവിടം. സന്ദർശകരെ പ്രകൃതിയുടെയും മനുഷ്യ ചരിത്രത്തിൻ്റെയും കൂട്ടായ്മ ആസ്വദിക്കാൻ ക്ഷണിക്കുന്നു ചൈന റോക്ക്. You got that? Can I see? Yeah. Hi, my name is Jeanette. We're here. 17-mile drive. ഇങ്ങനെയാണ് നമ്മുടെ യാത്രയ്ക്കിടയിൽ പുതിയ ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാകുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഇവരുടെ ആ പിറകിൽ നിന്നുള്ള വിത്തൗട്ട് ദ പെർമിഷൻ അവരുടെ ഒരു സിൽഹ് ഔട്ട് ഷോട്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു. പക്ഷെ അവർ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എടുത്തു എന്ന് അവരോട് പറഞ്ഞു. പിന്നെ പക്ഷേ ഇമ്മീഡിയറ്റ്ലി വി ടേൺഡ് ഔട്ട് ലൈക്ക് ഫ്രണ്ട്സ്. Hi. Look, we're out here. It's very beautiful. You see the waves right there. Rocks. Look. Let's show them. We are in China Rock, 17 tribe, but this is the village. 1800 years ago, Chinese came here to fish. It's like a fisherman's village of Chinese in 1800. This is a beautiful beach. Now nobody is fishing here, but they lived here and catch fishes for living. 1800 years ago, can you believe it? Look at that. It's beautiful rocks, China rocks. ഇതാണ് ചൈന റോക്ക്. ഈ ചൈന റോക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റുഡൻസ് ആ കുട്ടികളെയൊക്കെ കണ്ടത്. എന്തൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണെന്നറിയോ ഇവിടെ നിൽക്കുമ്പോൾ. ഈ ചൈന റോക്കിൻ്റെ ചരിത്രമൊക്കെ തമിഴ്ചേട്ടൻ പറഞ്ഞല്ലോ. 1800കളിൽ ഇവിടെ ചൈനക്കാർ താമസിച്ചിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ചൈന റോക്ക് എന്ന് പറയുന്നത്. Wait, that's so cute. I'm gonna die. Your phone's gonna die too. Make sure you charge it.